ഹർഷോ, ഇന്നലെ ഒരു കോൺഗ്രസുകാരൻ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ പ്രയോഗം അതിന്ന് തിരുത്തുന്നുണ്ടോ? അല്ല, അതിനകത്ത് സ്മൃതി, ഈ സംഭവം ഉണ്ടായി ഇതിൻ്റെ തുടർച്ചയിൽ ഈ പറഞ്ഞ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ പരിസരവാസികൾ ഉൾപ്പെടെ ആ പ്രദേശവാസികൾ ഉൾപ്പെടെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട് ആണ് അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളതും അവിടുത്തെ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണെന്നും അതേപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ സന്തത സഹചാരിയാണെന്നും അതിനകത്ത് ഈ ഘട്ടത്തിലും ഒരു മാറ്റമല്ല. അയാൾ കോൺഗ്രസിന്റെ അതെ അല്ല, അത് സ്വാഭാവികമായും അല്ല, CPM നേതാക്കൾ അതിന്റെ തുടർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, തർക്കമല്ല. അയാൾ കോൺഗ്രസ്സുകാരനാണല്ലോ, കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണല്ലോ, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉൾപ്പെടെ സജീവമായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പം അതിനകത്ത് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അയാൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാൾ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടാൽ പിറ്റേ ദിവസം കോൺഗ്രസ്സുകാരൻ അല്ലാതാകുന്നില്ലല്ലോ. അയാൾ കോൺഗ്രസ്സുകാരൻ തന്നെയായിട്ട് തുടരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിനകത്ത് ഇതിനെ തെറ്റായി വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയും ഇതൊരു സർക്കാർ സ്പോൺസേർഡ് മർഡറാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പഞ്ചായത്തിന് വലിയ വീഴ്ച സംഭവിച്ച സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായ ഘട്ടത്തിലാണ് ഞങ്ങളെ പഞ്ചായത്തിലേക്ക് മാർച്ചും സമരവും തുറച്ചയിൽ എടുക്കുന്നൊരു നില ഉണ്ടായിട്ടുള്ളത്. അത് ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്ന നിലയുണ്ടാവും. ഇപ്പം ഇന്ന് പ്രതികരണം ഉണ്ടായില്ല എന്ന് സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യതയോട് പറയാനുള്ളത് പറഞ്ഞു വെക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്നും ഇന്നലെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കണം എന്ന് നിങ്ങൾക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ശ്രീകുമാർ എന്തുകൊണ്ട് ഇന്ന് പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് സംബന്ധിച്ച് മന്ത്രി അടക്കം പ്രതികരണം മാറ്റുകയാണ്, നിലപാട് തിരുത്തുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട സ്മൃതി, അല്ല അങ്ങേക്ക് എന്താ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം അതിന്റെ ഇടയിൽ എല്ലാവരോടും ചോദിച്ചല്ലോ, എനിക്ക് പറഞ്ഞു പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരോടും ചോദിച്ചല്ലോ. ഇല്ലല്ലോ, വേറെ ആരോടും ചോദിച്ചില്ലല്ലോ. അല്ല, വേറെ ആരോടും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. അപ്പോൾ ഈ നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് ഉദ്ദേശത്തോടുകൂടി ഇവർ ഇതിനെ സർക്കാർ സ്പോൺസേർഡ് മർഡറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിമിനൽ നടത്തിയിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെ തുടർച്ചയിലുണ്ടായിട്ടുള്ള അപകടത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ചതിനകത്തുള്ള വിയോജിപ്പുകൾ ഞങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ശങ്കുട്ടി ദാസ് BJPയുടെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നിയമത്തിൽ വേറെ ഭേദഗതിയൊന്നും നടത്തേണ്ടതായിട്ടില്ല. ഇപ്പോൾ പന്നികളെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്ന് അതിൻ്റെ തുടർച്ചയിൽ സംസ്ഥാന സർക്കാർ ഓർഡർ ഇറക്കി ഉത്തരവിറക്കി വെടിവെക്കുന്നത്, അതുപോലെ ഈ പറഞ്ഞ പോലെ മറ്റ് വന്യജീവികളെ ആകെ വെടിവെച്ച് കളയുക, അല്ലാതെ ഞങ്ങളിപ്പോൾ ഇതിനകത്ത് ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പറഞ്ഞത് അങ്ങനെ മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന നിലയിലേക്ക് നിയമത്തിനകത്ത് ഭേദഗതി വരുത്താൻ വേണ്ടി കഴിയില്ല. കാരണം അതിൽ പല മൃഗങ്ങളെയും ചില ആളുകൾ ദൈവങ്ങളായി ആരാധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്, അവർക്ക് പ്രയാസം ഉണ്ടാകുമെന്ന് കേരളത്തിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെ കേന്ദ്ര സഹമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന നിലയുണ്ടായി. എന്താ നിലനിൽക്കുന്ന വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി? നമുക്കറിയാം, നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു നിയമമാണ്. കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണം ആ നിയമവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ഒരു വന്യജീവി, ഇപ്പോൾ ഒരു കടുവയോ ഒരു പുലിയോ നാട്ടിലേക്ക് ഇറങ്ങിയാൽ എന്താണ് ആ വന്യജീവി നിയമപ്രകാരം ആ കടുവയോ പുലിയോ പിടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കിയാൽ ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്താ? ആദ്യം ഒരു 6 അംഗ സംഘം രൂപീകരിച്ച് 6 അംഗ സമിതിയുടെ യോഗം ചേരണം. ഈ പറഞ്ഞ പോലെ ടൈഗർ റിസർവ് അതോറിറ്റിയുടെ പ്രതിനിധി, DFO, ഒരു മൃഗ ഡോക്ടർ, പഞ്ചായത്തിൻ്റെ NGOയുടെ പ്രതിനിധി, അങ്ങനെ അടക്കമുള്ള ഒരു 6 അംഗ സമിതി രൂപീകരിക്കണം. ആ സമിതി യോഗം ചേരണം. ആ സമിതി യോഗം ചേർന്ന് ഇതേ കടുവ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ക്യാമറ ഉപയോഗിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ശേഷം കെണിയൊരുക്കണം. കെണിയൊരുക്കി പരമാവധി കടുവയോ പുലിയോ കെണിയിൽ വീഴുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രമം നടത്തണം. ഇനി കെണിയിൽ ഒരു കാരണവശാലും വീഴുന്നില്ലെങ്കിൽ മാത്രം മയക്കുവെടി വെക്കണം.
ഇനി മയക്കുവെടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കടുവയ്ക്കോ പുലിക്കോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധന നടത്തണം. എന്നിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൃഗശാലയിലാക്കണം. ആരോഗ്യ പ്രശ്നം ഇല്ല എങ്കിൽ മയക്കുവെടി വെച്ച കടുവയെ റേഡിയോ കോളർ ധരിപ്പിച്ച് വനത്തിൽ തന്നെ തിരിച്ചുപേക്ഷിക്കണം. ജനവാസ മേഖലയിലേക്ക് ഒരു കടുവ അല്ല അതിനെ വെടിവെച്ച് പറയട്ടെ ആ കാട്ടുപന്നിയുടെ കാര്യത്തിനകത്ത് എങ്ങനെ മാറ്റുണ്ടാകുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇടപെടലുണ്ടായി. ആ ഇടപെടലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് അതിന്റെ തുടർച്ചയിൽ ഓർഡർ ഇറക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ വെടിവെച്ച് കൊല്ലുന്നുണ്ടല്ലോ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഉപദ്രവിക്കുന്ന കാട്ടുപന്നി വെടിവെച്ച് കൊല്ലുന്നില്ലേ? ഇനി പറയട്ടെ, അത് അധികാരം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് എങ്ങനെയാ? ഇവിടെ നിയമ ഭേദഗതി ഉണ്ടായതിന്റെ ഭാഗമായിട്ടുള്ള ജുഡീഷ്യറിയുടെ ഇടപെടലുണ്ടായി. അതിന്റെ തുടർച്ചയിൽ ജുഡീഷ്യറിയുടെ ഇടപെടലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് അതിനകത്ത് ഒരു അഡീഷണൽ ഓർഡർ ഇറക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനി ഇവിടെ പോട്ടെ, ഒരു കടുവയോ പുലിയോ നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കഴിയോ? പറ്റില്ല. അതിന് മുൻപ് ഉറപ്പുവരുത്തണം ഇത് ഒന്നിലധികം മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ട്, കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിലനിൽക്കുന്ന നിയമപ്രകാരം അതിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കഴിയൂ. ഇനിയിപ്പോൾ ആനയാണെങ്കിലും ഇതന്നെ സ്ഥിതി. ഈ നിലയിൽ അപരിഷ്കൃതമായ മനുഷ്യത്വ വിരുദ്ധമായി കേന്ദ്ര നിയമം അവിടെ നിലനിൽക്കുകയാണ്. ആ നിയമത്തിനകത്ത് മാറ്റം ഉണ്ടാക്കണം, അതിനകത്തൊരു തർക്കമില്ല. അത് നിലവിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊരു കുടിയേറ്റ മേഖലക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രതിസന്ധി എല്ലാ കാലഘട്ടത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മുടെയൊക്കെ പ്രദേശത്തേക്ക് വീട്ടുമുറ്റത്തേക്ക് ഉൾപ്പെടെ ഈ വന്യജീവികൾ ഇറങ്ങുന്നതിന്റെ പ്രതിസന്ധിയുള്ള മനുഷ്യരാണ്. അപ്പോൾ ഇതിനകത്ത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതിനകത്ത് ഒരു തർക്കമില്ല. ഇത് വാരിക്കുഴികൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ സോളാർ ഇലക്ട്രിക് മതില് കെട്ടിയത് കൊണ്ട് മാത്രം ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര നിയമത്തിനകത്ത് ഭേദഗതി ഉണ്ടാകണം. കേന്ദ്രം നൽകിയ ഫണ്ട് ലാപ്സായി എന്നുള്ള ആരോപണത്തിൽ മറുപടിയുണ്ടോ? ബിജെപി ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം അതാണ്. അല്ല, ഇതിനകത്ത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട ഫണ്ട് നൽകുന്നതിന് വേണ്ടി പോലും ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടി ഈ കാലയളവിനകത്ത് നിരവധിയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് പല ആവർത്തി ഇപ്പൊ എത്രയോ കത്തിടപാട് നടത്തി, എത്രയോ വട്ടം ഇതൊരു പ്രത്യേക സാഹചര്യമായി പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ പാക്കേജ് ഉണ്ടാകണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പാക്കേജ് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുക്കല്ല എന്ന് ആവർത്തിച്ച് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നിലമ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് മാത്രം എടുത്ത് നോക്കിയോ, എത്ര കിലോമീറ്ററുകളോളം ഈ പറഞ്ഞ പോലെ വിവിധ സോളാർ സൗരോർജ്ജം ഉപയോഗപ്പെടുത്തിയാണെങ്കിലും മറ്റു നിലയിലും ഉൾപ്പെടെ ഈ വന്യജീവികൾ ഈ മനുഷ്യ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. ഇത് പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല. അത് വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒന്ന് വിളിച്ചാൽ വരാൻ പോലും ഉദ്യോഗസ്ഥരില്ല, ജീവനക്കാരില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ പോലും കാശില്ല എന്ന് പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞ സാഹചര്യമുണ്ട്. അതും ഒരു വിഷയമായി അവിടെ നിൽക്കുകയാണ്. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.